ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദ് കയറി വരുന്നുണ്ട് വീട്ടിലേക്ക് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് പറയണം, എന്തെങ്കിലും കള്ളത്തരം പറയാം. പിന്നെ ദേവിയെ വിളിക്കാൻ പോയി, അപ്പോൾ അവിടെ ശ്രീകല ആൻറ്റിക്ക് അസുഖമൊന്നും കുറവില്ല, അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല എന്നൊരു കള്ളത്തരം പറയാം എന്നും പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് കേട്ടോ ആനന്ദ്. അപ്പോൾ വന്നുടനെ മീനാക്ഷി പറയണ്ട, അമ്മേ ദേ ആനന്ദേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓടി വന്നിട്ട് ഗോമതി ചോദിക്കുന്നുണ്ട്, എടാ ദേവി എന്തേ? അമ്മേ അത് ദേവി വരുന്ന കാര്യമൊന്നും നടക്കില്ല. അപ്പോൾ ബാലൻ വന്ന് ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറയണത്? അതല്ല ദേവി ഞാൻ ഒത്തിരി നിർബന്ധിച്ച് നോക്കിയതാണ്, പക്ഷേ ദേവിക്ക് വരാൻ പറ്റില്ല. ശ്രീകല ആൻറ്റിക്ക് കാല് തീരെ സുഖമില്ലല്ലോ, അതുകൊണ്ടാണ്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, തൽക്കാലം അച്ഛനും അമ്മയും മീനാക്ഷിയും ഇത്രയൊക്കെ കൂടെ മാവിൻ്റെ കാര്യത്തിന് പോവാം, അല്ലാതെ വേറെ വഴിയില്ലച്ചാന്ന് പറയാം. അപ്പോൾ ബാലൻ പറയണ്ട, അപ്പോൾ ദേവി വരില്ല എന്ന് ഉറപ്പാണല്ലേ? അപ്പോൾ ഗോമതി, തനിക്ക് എന്താ തോന്നുന്നത്? ദേവി മോള് വരും, എനിക്കത് ഉറപ്പാണ്. തനിക്ക് അത്ര ഉറപ്പാണോ? അതെ, എനിക്ക് ഉറപ്പ് തന്നെ. അങ്ങനെ എല്ലാവരും കൂടി ഒരു കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവസാനം ബാലൻ വന്ന് നേരെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, മീനാക്ഷിയുടെയും മിത്രയുടെയൊക്കെ അഭിപ്രായം എന്താ? ഓ, പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ ഏട്ടത്തി ഉണ്ടാവും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. മോളെ അനുമോളെ, നിനക്കും അത് തന്നെയാണ് അഭിപ്രായം? അതെ, എനിക്കും അത് തന്നെ അഭിപ്രായം. എന്നിട്ട് ഉടനെ നമ്മുടെ അനുമോള് പറയാം, ദേവിയടുത്ത് ഇവിടെ തന്നെ ഉണ്ട് ഏട്ടാന്ന് പറയാം കേട്ടോ. അപ്പോൾ ആനന്ദ് അന്തം വിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചമ്മി നിൽക്കും പോലെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആനന്ദ് വിചാരിക്കണേ ദേവിയുടെ വന്നോ? അപ്പോഴാണ് ബാലൻ പറയുന്നുണ്ട്, ആനന്ദേ നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ആനന്ദ് വീണ്ടും അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അതെന്താ ഇവിടെ മറിമായം സംഭവിച്ചോ? ദേവി ഇനി എത്തിയോ? ആര് പോയി വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് ആലോചിച്ച് കൂട്ടാണ്. അപ്പോഴാണ് നമ്മുടെ ഗോമതി ചെന്ന് പറയുന്നുണ്ട്, എടാ ദേവി മോളെ റൂമിലുണ്ട്, ചെല്ല് മോളെ ദേവി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ആനന്ദ് വീണ്ടും അന്തം വിട്ട് നോക്കുമ്പോൾ ബാലൻ ഒരു കള്ളച്ചിരി അങ്ങോട്ട് ചിരിക്കുക. അതിനെ തൊട്ട് എല്ലാവരും അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു പ്രാങ്കാണ് ആനന്ദിന് കൊടുത്തത്. അപ്പോൾ മീനാക്ഷി പറയണം, ആനന്ദേട്ടാ ഈ സസ്പെൻസ് എങ്ങനെയുണ്ട്? അപ്പോൾ മിത്ര പറയണേ, ദേവിയെത്തി ഇവിടെ ഇല്ല, പിന്നെ ദേവിയെത്തി ആനന്ദേട്ട ഇങ്ങനെ ആളെ കൊണ്ടുവരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ ഒരു അഭിനയമല്ലേ, അതുകൊണ്ട് നമ്മൾ ആനന്ദേട്ടനെ പറ്റിച്ചതാണ് കേട്ടോ. എന്തായാലും ഈ പ്രാങ്ക് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കണം കേട്ടോ ആനന്ദിനെ. അങ്ങനെ ആനന്ദ് ആകെ ചമ്മി നാറി റൂമിലേക്കും. എന്നിട്ടുടനെ മീനാക്ഷി പറയുന്നുണ്ട്, അതെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നറിയോ? ഇന്ന് അവിടെ ഉദയഭാനൻ സാറിൻ്റെ ഇവിടെ ഞാൻ പോയിരുന്നു. ആണോ? ദേവിയുടെ വീട്ടിൽ മീനാക്ഷി പോയോ? അതെ, ഞാൻ അവിടെ പോയതല്ല ആനന്ദേട്ടാ, അതിൻ്റെ അടുത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് അവർ പറയണത് നാളെ ആനന്ദേട്ടൻ ചെന്ന് വിളിക്കുമെന്ന്. അതിപ്പം നമ്മളോട് പറയാൻ പോലും ഇല്ലാതെ കൊള്ളാമല്ലോ. അപ്പം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നായിട്ടൊന്ന് പറ്റിക്കാൻ ആനന്ദേട്ടനെ. അങ്ങനെയാണ് ഇപ്പോൾ ആനന്ദേട്ടൻ്റെ പ്ലാനിങ് എല്ലാം മനസ്സിലായി. അപ്പോൾ ആനന്ദ് വിചാരിച്ചു നാളെ ഞാൻ പോയി വിളിക്കുമെന്ന് അവൾ പറഞ്ഞു. അടുത്ത കള്ളത്തരമാണ്. എന്തായാലും ഗോമതി പറയാം, എടാ നാളെ രാവിലെ തന്നെ നീ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരണം. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പെണ്ണ് വെട്ടി പോവേണ്ടത്. അപ്പോൾ പോയി വിളിച്ചിട്ട് ഓടി വരണം. അപ്പോൾ ആനന്ദ് ആകെ പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ മീനാക്ഷി വീണ്ടും പറയുന്നുണ്ട്, ആനന്ദേട്ടനെ ഇതുവരെയായിട്ട് പ്രാങ്ക് നടന്നില്ലേ, അതിൻ്റെ ആ ഒരു ഇത് മാറിയില്ല, അതിലിങ്ങനെ നിൽക്കുക കേട്ടോ. പോയിട്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പറ്റിച്ചില്ലേ, ആ പറ്റിക്കൽ വീണ് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആനന്ദേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. സാരില്ല ആനന്ദേട്ടാ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കില്ലേ, അപ്പോൾ നമ്മൾ ഷോക്കടിച്ച് നിൽക്കില്ലേ, അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് ധർമ്മൻ അമ്മയെ കാണാൻ പോവാട്ടോ. അങ്ങനെ അമ്മ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, മോനെ നിനക്കൊരു കാര്യത്തിന് വേണ്ടി ഏട്ടന്മാരോട് യാചിക്കേണ്ട ഗതി വന്നല്ലേ നിനക്ക്? സാരമില്ലമ്മേ, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചേച്ചി വഴിപാടുകൾ എന്തുമാത്രം അമ്പലത്തിൽ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? പാവം ചേച്ചി എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് കരയണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും നടന്നു കിട്ടണം. അതുമാത്രമല്ല, എൻ്റെ അളിയന് ഈ പുറമേ കാണുന്ന ഗൗരവം എടുത്തുചാട്ടമൊക്കെ മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. എനിക്ക് വേണ്ടി അവർ ആരുടെ മുന്നിലും താഴും, എന്തും ചെയ്യും. കണ്ടില്ലേ, അമ്മയോട് തന്നെ വന്നില്ലേ അളിയൻ വന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഏട്ടന്മാരോട് താഴാന്നും ഒക്കെ എന്തെല്ലാം കാരണം അമ്മയോട് പറഞ്ഞു. അത് സാരമില്ല, അതുകൊണ്ട് ഞാൻ വന്ന് ഏട്ടന്മാരോട് താന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പം വന്ന് ഏട്ടന്മാരോട് താഴ്മയെ അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അളിയൻ വന്ന് അവരുടെ കാല് പിടിക്കും. എടാ ശരിയാണോ? അതെ ശരിയാണ്, ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. അവരുടെ മുന്നിൽ വെറുതെ ഒരു തല കുനിക്ക് എൻ്റെ അളിയനെ ഏട്ടന്മാരുടെ മുന്നിൽ തല കുനിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല അമ്മേ. അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ അളിയനെ തോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അളിയനെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ എൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അപ്പോൾ ഞാനായിട്ട് തന്നെ നേരിട്ട് വന്ന് കൃഷ്ണമംഗലത്തെ അച്യുതൻ്റെ അനന്തിന് മുന്നിൽ വന്ന് സംസാരിക്കാൻ തോന്നി. അവരുടെ മുമ്പിൽ എൻ്റെ അളിയൻ താഴണ്ട, അതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല. അങ്ങനെ ഞാൻ എൻ്റെ അളിയൻ ചെയ്തതെങ്കിലേ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല അവരോടും. അതാ സാരമില്ല പോട്ടെ, എന്നോട് ക്ഷമിക്കില്ല. അപ്പോഴാണ് അമ്മ പറയുന്നത്, സാരമില്ല മോനെ,
ഒക്കെ കുഴപ്പമില്ല, പക്ഷേ ബാലനെ തോൽക്കാൻ വേണ്ടി നീ സമ്മതിച്ചില്ലല്ലോ, എനിക്കത് മതി. അപ്പോൾ ധർമ്മൻ വീണ്ടും പറയുന്നുണ്ട്, ഏട്ടന്മാർ എൻ്റെ വിവാഹം മുടക്കോ ഇല്ലേ അതൊന്നും എനിക്ക് അറിയില്ല, പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവാഹം നടക്കുമ്പോൾ നടക്കട്ടെ. മോനെ നീ പോയി പെണ്ണിനെ കണ്ടിട്ട് വാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ബാലൻ തീരുമാനിച്ച ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും. അമ്മയ്ക്ക് ഉറപ്പാണ്. അമ്മ എനിക്കത്ര ഉറപ്പൊന്നും തോന്നുന്നില്ലമ്മേ. എൻ്റെ ഏട്ടന്മാർ ഇത് മുടക്കും. ഇല്ല, ഈ കല്യാണം മുടക്കില്ല. ഞാനാണ് നിനക്ക് വാക്ക് തരുന്നത്. നിനക്ക് വിശ്വാസം ഇല്ലേ അമ്മേ? ഏട്ടന്മാരുടെ സ്വഭാവം എനിക്കറിയാമല്ലോ, അവരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ചിലപ്പോൾ കല്യാണം ഒക്കെ അവസാനം വരെ എത്തിക്കുമായിരിക്കും, പക്ഷെ താലി കെട്ടാൻ അവർ സമ്മതിക്കില്ല. എടാ ധർമ്മ, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഞാനാ പറയുന്നത്, ഈ കല്യാണം നടക്കും. നീ പോകണം, പെണ്ണ് കാണണം, എല്ലാ കാര്യങ്ങളും നടക്കും. നിൻ്റെ ഏട്ടന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും ഉണ്ടാകില്ല. അമ്മയാണ് വാക്ക് തരുന്നത്. അമ്മ വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് നീ ഈ അമ്മയെ വിശ്വസിക്കണം. നിനക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് അവർക്ക് ഒരാഗ്രഹം ഉണ്ടടാ. പിന്നെ ബാലനോടുള്ള വാശിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഇനി നിൻ്റെ കല്യാണം മുടക്കാനൊന്നും അവർ വരില്ല. പിന്നെ എനിക്ക് അവർ വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്ന വാക്ക് അവർ തെറ്റിക്കില്ല. നീ ധൈര്യമായിട്ട് പോക്കോ, നടക്കും, ഉറപ്പായിട്ട് നടക്കും എന്ന് ധർമ്മൻ നല്ലൊരു ആത്മവിശ്വാസം കൊടുത്ത് അങ്ങനെ അമ്മയ്ക്കൊരു ഉമ്മയെല്ലാം കൊടുത്തിട്ട് ധർമ്മൻ അവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പോൾ ദേവിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ദേവി ആനന്ദ് തമ്മിൽ നല്ല നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്ന് കരയാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രീകല വന്ന് വിളിക്കുന്നുണ്ട്, മോളെ ദേവി, ആനന്ദ് നിന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നു. അത് കേൾക്കുമ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ ദേവി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ആനന്ദ് അവിടെ നിൽപ്പുണ്ട്. മൊത്തത്തിലൊന്ന് ദേവി നോക്കാം കേട്ടോ. എന്നിട്ട് ദേവി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയാം, കൊള്ളാം, ഈ അടിസ്ഥാന സ്വഭാവമൊന്നും നിങ്ങൾക്ക് മാറില്ല അല്ലേ? അപ്പോൾ ഇവർ അന്തം വിട്ട് പോയിട്ടോ. ഇനിയെങ്കിലും നന്നാവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പട്ടികളുടെ വാല് എത്ര കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. ഇവരില്ല. ആനന്ദേട്ടാണ് ഞാൻ എന്ത് ചെയ്തു? മതി, നീ കൂടുതൽ സംസാരിക്കരുത്. വിചാരിച്ച പോലെ പ്ലാനൊക്കെ വർക്കൗട്ടായി അല്ലേ? അതിൻ്റെ സന്തോഷത്തിലായിരിക്കും നീ. മീനാക്ഷിയോട് നീയൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്നല്ലേ? ആരോട് പറഞ്ഞു? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ ഇവിടെ വരുന്നു? പറയാൻ വീണ്ടും കള്ളത്തരങ്ങൾ മാത്രം. അവസാനം ഉദയവാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വിളിക്കാൻ വരുമെന്ന്? നിങ്ങളോട് പറഞ്ഞു എന്ന് ഓരോരുത്തരായിട്ട് ചെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ ശ്രീകല പറയണം, മോനെ മാപ്പ് തരണം, എനിക്ക് ഭർത്താവ് ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കിയതാണെന്ന് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. അത് ശരി മോനെ, അതൊരു കള്ളം പറച്ചിലോ ചതിയൊന്നും അല്ല മോനെ, ഒരു അമ്മയുടെ അച്ഛൻ്റെ ഗതികേടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവർ ഭയങ്കര സങ്കടത്തിൽ പറയാനുണ്ട് കേട്ടോ. എന്നിട്ട് പറയണം, ദേവിയുടെ കണ്ണീരും സങ്കടമൊന്നും ഞങ്ങൾക്ക് ഇനി കാണാൻ വയ്യ മോനെ. അതുകൊണ്ടാണ് ഞാൻ അവളെ വളർത്തിയതല്ലേ. ഞാൻ എൻ്റെ 10 മാസം കൊണ്ട് ഞാൻ എൻ്റെ വയറ്റിലിട്ട് വളർത്തിയതല്ലേ. പിന്നെ ബാക്കിയുള്ളവർ 5 മാസം കൊണ്ടല്ലേ. പിന്നെ ഗതികേട് നിങ്ങൾക്കല്ല ഗതികേട്, എനിക്കാണ് ഗതികേട്. ഞാനിപ്പോൾ ഇവിടെ വന്നതേ എൻ്റെ ഗതികേടുണ്ട് ഇവിടെ വിളിക്കാൻ വന്നത്, മനസ്സിലായോ? പിന്നെ എനിക്കറിയാം മീനാക്ഷി ഇവിടെ വരുമ്പോൾ ഇവളെ വിളിക്കാൻ ഞാൻ വരുമെന്ന് മീനാക്ഷിയോട് പറഞ്ഞാൽ വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുമല്ലോ. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഗതികെട്ടെങ്കിലും വിളിക്കുമല്ലോ, അതിന് വേണ്ടി അടവാണ് അല്ലേ? ആ അടവ് മനസ്സിലായി. ഈ കള്ളം പറഞ്ഞ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെയൊക്കെ കൊണ്ട് ആണി അടിക്കണോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇതൊക്കെ വീട്ടിൽ തുറന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല. നമ്മുടെ വീട്ടിൽ നല്ല സന്തോഷമായിട്ടൊരു കല്യാണം നടക്കാൻ പോവാം, മനസ്സിലായോ? മൂത്ത മരുമകളൊക്കെ വിളിക്കാതെ പെൺവീട്ടിൽ പോകാൻ അമ്മയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് മീനാക്ഷിക്ക് ആകാശം ആരിനൊക്കെ ഇടത്തി വന്നാലേ സന്തോഷമാവുള്ളൂ എന്ന് അവർ പറയുന്നത്. കാര്യങ്ങൾ അറിഞ്ഞാൽ അറിയാം പിന്നീട്. പാവം എൻ്റെ അമ്മ, അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എടി അവരെ കൂടി ആണല്ലോ നീ പറ്റിച്ച് കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ആനന്ദ് സങ്കടപ്പെട്ട് പറയാട്ടോ. എന്നിട്ട് എന്തായാലും ധർമ്മമാവിൻ്റെ കല്യാണം സന്തോഷത്തോടെ നടക്കണമെങ്കിൽ നീ അവിടെ വേണം, എന്നാലേ പറ്റൂ. അതിനുവേണ്ടി മാത്രമായിട്ട് നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഉടനെ നമ്മുടെ ഉദയമാനം ചോദിക്കുന്നുണ്ട്, മോനെ അപ്പോൾ ദേവിയെ കൊണ്ടുപോവാണല്ലോ. ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്, മനസ്സിലായല്ലോ? അഭിനയിക്കരുത് കൂടുതൽ. എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് മീനാക്ഷിയുടെ ആവശ്യത്തൊക്കെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതിൽ പെട്ടെന്ന് ഇറങ്ങും മോളെ എന്ന് പറയാം കേട്ടോ അമ്മ ചെന്നിട്ട്. അപ്പോൾ ഉടനെ നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ട്, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, തൽക്കാലത്തേക്ക് മാത്രമാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ധർമ്മമാമൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ കൊണ്ട് ഇവിടെ ആക്കുമെന്ന് പറയാം. അപ്പോഴത്തേക്കിനും ഉടനെ ദേവി പറയണം, വേണ്ട, എനിക്കങ്ങനെ വരണ്ട ആനന്ദേട്ടൻ പൊക്കോ. ഞാനായിട്ട് ഇത്രത്തോളം കള്ളത്തരങ്ങളും എല്ലാം പറഞ്ഞു, പക്ഷേ എനിക്കിനി വയ്യ. ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും പുറത്ത് ക്ഷമിച്ച് എന്നെ ആ രീതിയിൽ ഇവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വരാൻ തയ്യാറായിക്കോട്ടെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ എനിക്കിനി പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആനന്ദ പറയാം, മതിയടി നിർത്ത് നിൻ്റെ പ്രസംഗമൊക്കെ. നിൻ്റെ ഓരോ സംസാരവും രീതിയൊന്നും എനിക്ക് കേൾക്കണ്ട, മര്യാദയ്ക്ക് പോയി ഇറങ്ങിയിട്ട് വാടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി പോയി ഡ്രസ്സൊക്കെ മാറി
താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറി അവർ പോണതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ പോയി പറയുന്നുണ്ട് ഭൗതികഭാനുവിൻ്റെ അടുത്തൊക്കെ, അതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കല്യാണം വിളിച്ച് അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് വരും, ഒറ്റ എണ്ണ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനെയും ശരിക്കും വിരട്ടിയിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്കും അതൊരു നല്ല വിഷമം തന്നെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മേനെ കാണിക്കുക കേട്ടോ. അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് അവർ ഭഗവാനോട് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രാജശ്രീ വന്ന് ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയാനാ, ദൈവത്തോടല്ലേ പറയേണ്ടത്. അവർ തമ്മിൽ ഒന്നും രണ്ടും വർത്താനം തുടങ്ങി. നന്ദിത ഇത് കേട്ടോണ്ട് വരുവാ കേട്ടോ. അപ്പോൾ നന്ദിതയും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് എനിക്കിപ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്, ധർമ്മൻ്റെ കല്യാണം ഏകദേശം നടക്കാൻ പോവല്ലേ എന്നൊക്കെ. ഇങ്ങനെ അവർ തമ്മിൽ ധർമ്മൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജശ്രീ പഴയ പോലെ തന്നെ മുഖവും വീർപ്പിച്ച് അങ്ങ് നിൽക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്